കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരി ഒരു വെള്ളരിക്കാക്കിണിയിൽപ്പെട്ടിരിക്കുകയാണ്. മന്ത്രി തന്നെ സ്വന്തം വകുപ്പിന് കീഴിലുള്ള നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൽ നിന്ന് വെള്ളരി കൃഷിക്കായി പണം സബ്സിഡിയായിട്ട് കൈപ്പറ്റിയിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 99.6 ലക്ഷം രൂപ സബ്സിഡി കൈപ്പറ്റിയെന്നാണ് ആരോപണം. രാജസ്ഥാനിലെ സ്വന്തം കൃഷിത്തോട്ടത്തിലേക്ക് വേണ്ടിയാണ് വാണിജ്യ കൃഷി പ്രോത്സാഹന പദ്ധതി പ്രകാരം മന്ത്രി സബ്സിഡി വാങ്ങിയത്. എന്നാൽ താൻ ഉൾപ്പെടാത്ത പ്രത്യേക സമിതിയാണ് അപേക്ഷ പാസാക്കിയതെന്നാണ് ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ വൈസ് പ്രസിഡന്റ് കൂടിയായ മന്ത്രിയുടെ വിശദീകരണം. നോബൽ മാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, കൃഷിമന്ത്രിയുടെ സ്വയം കരുതൽ എന്തായാലും ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ഇറക്കാൻ വേണ്ടി സ്വന്തം വകുപ്പ് തന്നെ മന്ത്രിക്ക് സബ്സിഡി കൊടുത്ത അനുഭവമാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നും രണ്ടുമല്ല, 1 കോടിക്കടുത്ത് പണമാണ് സബ്സിഡിയായിട്ട് കൊടുത്തത് അല്ലേ? മന്ത്രിയായാൽ എന്തൊരു കരുതല അല്ലേ നോബിൾ? അരുൺ, മന്ത്രിക്ക് അല്പം കരുതൽ കൂടിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. ഭഗീരഥ് ചൗധരി, അദ്ദേഹം കൃഷി വകുപ്പിന്റെ സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വെള്ളരിപ്പാടത്തിന് വേണ്ടിയാണ് 1.99 ലക്ഷം രൂപ 1.99 കോടി രൂപയുടെ പദ്ധതി പാസ്സാക്കിയതിൽ 99.6 ലക്ഷം രൂപ സബ്സിഡിയാണ്. അതായത് 50% തുക സബ്സിഡിയായി തന്നെ മന്ത്രി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജസ്ഥാനിലാണ് മന്ത്രിയുടെ ഈ വെള്ളരിപ്പാടം എന്താണെങ്കിലും ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേശീയ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ സഹായത്തോടെയാണ് ഈ സബ്സിഡി പദ്ധതി എന്താണെങ്കിലും മന്ത്രി നേടിയിരിക്കുന്നത്. ഈ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഭഗീരഥ് ചൗധരി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും മന്ത്രി സ്വന്തം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സബ്സിഡി തുക മേടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മന്ത്രി ഇതിൽ വ്യക്തമാക്കുന്നത് താനടങ്ങുന്ന സമിതിയല്ല ഇത് പാസ്സാക്കിയതാണ്. പക്ഷേ മന്ത്രി അതായത് എങ്ങനെ മന്ത്രിയുടെ സ്വന്തം കൃഷിയിടത്തിന്റെ പേരിൽ ഒരു പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് സബ്സിഡിയുമായി ബന്ധപ്പെട്ട അപേക്ഷ എത്തും എന്നടക്കമുള്ള ചോദ്യങ്ങൾ എന്താണെങ്കിലും ഉണ്ട്. നിലവിൽ രാജസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പദ്ധതി നടപ്പാക്കുന്ന പോളി ഹൗസ് വെള്ളരിക്ക കൃഷിത്തോട്ടത്തിന് മുന്നിൽ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ സബ്സിഡിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലമാണെന്നും കൃഷിയാണെന്നൊക്കെ. പക്ഷേ അതിൽ മന്ത്രിയുടെ പേര് ഇല്ല എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. മന്ത്രി കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്രയധികം തുക സമ്പാദിച്ചു എന്നാണ് വിവരം ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1.99 കോടി രൂപയുടെ പദ്ധതിയാണ്. അതായത് 1.99 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. ഇതിൽ 50% തുകയാണ് സബ്സിഡിയായിട്ട് വരുന്നത്. ആ 50%മാണ് 99.6 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇത് മന്ത്രിക്ക് സബ്സിഡിയായി ലഭിച്ചിരിക്കുന്നു. സ്വന്തം വകുപ്പിൽ നിന്ന് തന്നെ മന്ത്രി ഇത്തരത്തിൽ വലിയ ക്രമക്കേട് നടത്തിയിരിക്കുന്നു. പ്രതിപക്ഷം അടക്കം രൂക്ഷ വിമർശനം ഇതിൽ ഉന്നയിക്കുന്നു. കാരണം പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് മന്ത്രി സമ്പന്നനാകാൻ ശ്രമിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് വലിയ പ്രതിഷേധ പരിപാടികളടക്കം വരുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും വലിയ തുകയാണ്. പ്രത്യേകിച്ച് 2 കോടിക്കടുത്ത് മൊത്ത പദ്ധതി തുകയിൽ 50%മായ തുക 99 ലക്ഷം രൂപ മന്ത്രി അല്ലെങ്കിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. മന്ത്രിയുടെ തന്നെ വകുപ്പിൽ നിന്ന് ഇത്തരത്തിൽ പണം മന്ത്രി തന്നെ കൈപ്പറ്റുന്നു സ്വന്തം കൃഷിയിടത്തേക്ക്. എന്താണ് വ്യത്യസ്തമായ കാര്യം? കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒരു കരുതലേ, ആരോടാ കരുതല്? സ്വയം കരുതലാണ്. മന്ത്രി തന്നെ ഒരു കൃഷിക്കാരനാണ്. മന്ത്രി പറയുന്നു, എൻ്റെ വെള്ളരിപ്പാടം നിങ്ങൾ കണ്ടില്ലേ, ആ വെള്ളരിപ്പാടത്തിന് സബ്സിഡി കിട്ടിയതിലാണോ ഇത്രയധികം ബഹളം? ഞാനല്ല പാസ്സാക്കിയത്, എൻ്റെ വകുപ്പിന് കീഴിൽ മറ്റൊരു സമിതിയാണ് പാസ്സാക്കിയത്. അപ്പോൾ പാടം ആരുടേതാണ് സാർ? എൻ്റേതാണ് സാർ. ഭഗീരഥൻ്റെ കൃഷി വകുപ്പ് മന്ത്രിക്ക് 99 ലക്ഷം രൂപ സബ്സിഡി കിട്ടാതെ നൂറുകണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിലാണ് കൃഷിമന്ത്രിയുടെ ഈ സ്വയം കരുതൽ. എന്താ അല്ലേ?